എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SSC CHSL 2023 മാത്സിന്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് TCSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ അനാലിസ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എക്സാമിന് മുമ്പേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് പോവുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. In the triangle ABC, AB 12 cm, AC 10 cm, angle BAC എത്രയാണ്? 60 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ ലെങ്ത് ഓഫ് സൈഡ് BC? നമുക്ക് BCയുടെ ലെങ്ത് ആണ് വേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. AB-യുടെ ലെങ്ത് എത്രയാണ്? 12 സെന്റിമീറ്റർ, AC 10 സെന്റിമീറ്റർ, അതുപോലെ ആംഗിൾ BAC എന്നിട്ടുണ്ട് 60. വാട്ട് ഈസ് വാല്യൂ ഓഫ് സൈഡ് BC? അപ്പോൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് ഏത് തീറോ വേണ്ടത്? നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും ഒരു ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിയറമാണ് ഇത്, കൊസൈൻ ലോ. കൊസൈൻ ലോ ഇത് കുറച്ചുപേര് കേട്ടിട്ടുണ്ടായിരിക്കും. കൊസൈൻ ലോ എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്ക്, ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എന്ന് വെച്ചു. ഓക്കെ, ഇത് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. അപ്പോൾ ABC ട്രയാങ്കിളിൽ ഈ സൈഡ് നമ്മുടെ എയുടെ ഓപ്പോസിറ്റ് സ്മോൾ എ, ബിയുടെ ഓപ്പോസിറ്റ് സ്മോൾ ബി, അതിൻ്റെ സിയുടെ ഓപ്പോസിറ്റ് സ്മോൾ സി. ഇപ്പോൾ BC എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് A എന്ന് പറഞ്ഞ ലെങ്ത് കൊണ്ടാണ്. അതുപോലെ AC B എന്ന് പറഞ്ഞ ലെങ്ത് കൊണ്ട്, AB C എന്ന് പറഞ്ഞ ലെങ്ത്. അപ്പോൾ നമുക്ക് കൊസൈൻ ലോ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നോക്ക്, ഇവിടെ BCക്കും ABക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ, അതായത് ഈ ആംഗിളാണ് നമുക്ക് തീറ്റ തന്നിട്ടുള്ളതെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊസൈൻ ലോ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറയുന്നത്, കോസ് ഓഫ് ദാറ്റ് ആംഗിൾ, കോസ് തീറ്റ എന്ന് പറയുന്നത്, അപ്പോൾ ആ കോസ് തീറ്റ ഉണ്ടാക്കുന്ന ഏതൊക്കെ ലൈൻ ചേർന്നിട്ടാണ്? AB എന്ന് പറഞ്ഞ ലൈനും BC എന്ന് പറഞ്ഞ ലൈനും. ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് A² പ്ലസ് C² മൈനസ് B² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു AC. അപ്പൊ എന്താ ഇതിന്ന് മനസ്സിലായി? അപ്പൊ ആ കോസ് തീറ്റ എന്ന് പറയുന്നത്, ആംഗിൾ എന്ന് പറയുന്നത്, തീറ്റ കോസ് ഓഫ് ദാറ്റ് ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് A² എന്ന് പറഞ്ഞാൽ ആ തീറ്റ ഉണ്ടാക്കുന്ന രണ്ട് സൈഡുകളുടെ സ്ക്വയർ. അപ്പൊ A² ഉണ്ട്, C² ഉണ്ട്, രണ്ടൊരു സം ചെയ്യുക, മൈനസ് B². B എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ സൈഡ്, അതായത് ആ തീറ്റ ഉണ്ടാക്കാത്ത സൈഡ്, B² ബൈ 2 ഇൻറ്റു ആ തീറ്റ ഉണ്ടാക്കുന്ന രണ്ട് സൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊസൈൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് വേറെ രീതി എഴുതാം. അതായത് നമുക്ക് മൂന്നാമത്തെ സൈഡിൽ ഇവിടെ B എന്ന് പറയുന്നത്, അപ്പോൾ B² ടൈംസിൽ ഒന്ന് എഴുതേ. എങ്ങനെ എഴുതാം? ഇതേ സാധനം തന്നെ, B² ഈക്വൽ ടു, അപ്പോൾ B² ഈക്വൽ ടു എന്ത് വരും? ഈ 2AC മേലെ പോകുമ്പോൾ 2AC കോസ് തീറ്റ വരും. B² ഇപ്പുറത്ത് വരുമ്പോൾ അതെന്താവും? ഈ മൈനസ് B² ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് B² ആവും. നമ്മുടെ B² നമുക്ക് എങ്ങനെ എഴുതാം? B² ഈക്വൽ ടു A² പ്ലസ് C². ഇനി ഈ 2AC കോസ് തീറ്റ ലെഫ്റ്റ് സൈഡിലല്ലേ, അത് RHS വരുമ്പോൾ എന്താവും? നെഗറ്റീവ് ആവും. മൈനസ് 2AC കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നാമത്തെ സൈഡിന്റെ ഡയറക്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് കൊസൈൻ ലോയിലെ രണ്ടാമത്തെ ഒരു പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതല്ല ഇവിടെ എടുക്കാൻ എളുപ്പം. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഈ ക്വസ്റ്റ്യൻ എന്താ നിൽക്കുന്നത്? ഇതേപോലെ തന്നെ 12 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സൈഡ്, 10 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള സൈഡ്, ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നാമത്തെ ഇത് നമ്മുടെ ആൻസർ ആണെന്ന് വെച്ചോ. ആൻസർ അല്ല, ഇത് X എന്ന് വെച്ചോ. അപ്പം എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 12² പ്ലസ് 10² അല്ലെ, A² പ്ലസ് C². 12² 10² കൂട്ടുമ്പോൾ എത്ര വരും? 147 100. എത്രയാണ്? 244 മൈനസ് 2AC, 2 ഇൻറ്റു 12 ഇൻറ്റു 10 ഇൻറ്റു എന്താ 12 10 എന്ന് പറഞ്ഞാൽ ആ 2 ഇൻറ്റു ആ സൈഡുകൾ ഇൻറ്റു കോസ് ഓഫ് ദാറ്റ് ആംഗിൾ, കോസ് തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ്? തീറ്റ 60 ആണ്. അപ്പോൾ കോസ് 60 എത്രയാണ്? കോസ് 60യുടെ വാല്യൂ ആണ് 1/2. അപ്പോൾ നിങ്ങൾ ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഫുൾ കാണാതെ പഠിക്കണം. ട്രിഗ്നോമെട്രിക് വാല്യൂസ് എല്ലാത്തിൻ്റെ ട്രിഗ്നോമെട്രിക് വാല്യൂസ് കാണാതെ പഠിക്കണം. ഇപ്പോൾ കോസ് 60 1/2 ആണ്. അപ്പോൾ നമുക്ക് ഈ 2ഉം ഇവിടുത്തെ 2ഉം പോവും. ഇത് എത്ര? 12 10 120, 247 മൈനസ് 120 എത്രയാണ്? 124. ഇപ്പൊ എക്സിന്റെ സ്ക്വയർ ആണ് 127. ഇപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 127 എന്ന് പറഞ്ഞാൽ എന്താ? 11 പോയിന്റ് സംതിങ് വരും. അങ്ങനെയുള്ള ഓപ്ഷൻ നോക്കേ. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല, തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ. ഇപ്പൊ 11 പോയിന്റ് സംതിങ് ഇല്ലേ? 147 ആണെങ്കിൽ 12 തന്നെ. ഇപ്പൊ 11നും 12നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഇപ്പൊ 11.13, 11 ജസ്റ്റ് കൂടുതൽ. ഓക്കെ, എന്താണ് നമ്മുടെ ആൻസർ? 11.13 സെന്റിമീറ്റർ കിട്ടും. നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി. അന്ന് കൊസൈൻ ലോ എന്താണെന്ന് മനസ്സിലാക്കണം. കൊസൈൻ ലോ എവിടെയൊക്കെ ഉപയോഗിക്കാം, അതാണ് ഇമ്പോർട്ടന്റ്. ഇപ്പം രണ്ട് സൈഡ്, ചിലപ്പോൾ ഈ സൈഡും ഒരിക്കലും തരുന്നത് ഇത് 60 വരും. നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ എന്തായാലും എന്താ, രണ്ട് സൈഡുകളും ഒരു ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോ ആണത് കൊസൈൻ ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ലോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലത്തെ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഇപ്പം മാറ്റി സൈഡ് തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടന്ന TCSന്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രീവിയസ് ലേറ്റസ്റ്റ് നടന്നത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. In a 1500 meter race, Anil beats Bakul by 150 meter, and in the same race, Bakul beats Charles by 75 meter.
ബൈ വാട്ട് ഡിസ്റ്റൻസ് ഡസ് അനിൽ ബീറ്റ്സ് ചാൾസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച്, ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് മാത്രം മതി, ഡിസ്റ്റൻസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്താണ് നമുക്ക് വേണ്ടുന്ന ഫോർമുല എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ റേസിന്റെ ക്വസ്റ്റ്യൻ കുറെ നാൾ മുമ്പ് ഇല്ലായിരുന്നു, ഇപ്പം നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റേസിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെന്താണ് തന്നിരിക്കുന്നതെന്ന് നമ്മൾ അത് മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതും. ഇപ്പോൾ ഇവിടെ നോക്കി 1500 മീറ്റർ റേസ് ആണ്, അത് 1500 മീറ്റർ ആണ് ടോട്ടൽ റേസ് ഉള്ളത്. അനിൽ ആരൊക്കെ ഉണ്ട്? അനിലുണ്ട്, ബക്കുലുണ്ട്, പിന്നെ ആരുള്ളത്? ചാൾസിനെ സി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പറയുന്നത് എന്താ? അനിൽ ബീറ്റ്സ്, നമ്മുടെ ഡിസ്റ്റൻസ് ആണ് എഴുതുന്നത്, ഡിസ്റ്റൻസിന്റെ റേഷ്യോ ആണ് എഴുതുന്നത്. അനിൽ ബീറ്റ്സ് ബക്കുൽ ബൈ 150 മീറ്റർ. അപ്പോൾ 1500 മീറ്ററിൽ അനിൽ ജയിക്കണമെങ്കിൽ അനിൽ എത്ര ഓടിക്കാണണം? 1500 മീറ്റർ ഓടിക്കാണ്ടേ? 1500 മീറ്റർ ഓടിക്കണം. പക്ഷെ ആ അനില് ബക്കുലിനെ 150 മീറ്ററിനാണ് തോപ്പിക്കുന്നത്. എൻ്റെ അർത്ഥം എന്താ? ബക്കുല് അനിലിനേക്കാളും 150 മീറ്റർ കുറച്ച് ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അനില് ബക്കുലിനെ 150 മീറ്ററിൽ തോപ്പിക്കുന്നത്. ബക്കുൽ എത്ര ആയിരിക്കും ഓടിയത്? 1350. ഓക്കെ, ഇനി ഇവരുടെ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എടുക്കാമല്ലോ. ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇത് 2 പോയി 15 ചുറ്റുമ്പോൾ എത്ര? ഇത് 10, ഇത് 15/9. ഇപ്പൊ 10/9. അതായത് അനിൽ 10 യൂണിറ്റ് ഓടിയെങ്കിൽ ബക്കുൽ 9 യൂണിറ്റ് ഓടി എന്നാണ് അർത്ഥം. ഇനി അടുത്ത എന്താ തന്നിരിക്കുന്നത്? ഇൻ ദ സെയിം റേസ്, ആ സെയിം റേസിൽ ബക്കുൽ ബീറ്റ്സ് ചാൾസ് ബൈ 75 മീറ്റർ. ബക്കുൽ ചാൾസിനെ 75 മീറ്ററിൽ തോപ്പിക്കുന്നു. ബക്കുൽ ജയിക്കണമെങ്കിൽ, ബക്കുൽ ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനിൽ ജയിച്ചു കഴിഞ്ഞു. ഇനി ബക്കുൽ എത്ര ഓടും? ബക്കുൽ ജയിക്കണമെങ്കിൽ 1500 മീറ്റർ ബക്കുൽ ഓടണം. ചാൾസ് ബൈ 75 മീറ്റർ. എൻ്റെ അർത്ഥം എന്താ? ചാൾസ് 75 മീറ്റർ പിന്നിലാണ് ഫിനിഷ് ചെയ്തത് ബക്കുലിനേക്കാൾ. അപ്പം എന്താണ് 75? അതായത് ബക്കുൽ 1500 ഓടിയപ്പം ഇയാൾ എത്ര? 75 മീറ്റർ കുറച്ച് ഓടി. അതായത് 1425. 1500 മൈനസ് 75. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്ര വരും? ഇത് നമുക്ക് എത്ര വെച്ച് വെട്ടാൻ പറ്റും? നമുക്ക് 25 വെച്ച് വെട്ടാം. 25 ആണോ 125 വെച്ച് വെട്ടാമോ? 75 വെച്ച് വെട്ടാം. 75 വെച്ച് വെട്ടുമ്പോൾ 75 വെച്ച് വെട്ടുമ്പോൾ 75 വെച്ച് വെട്ടുമ്പോൾ എങ്ങനെ വരും? 150 75 2 20 വട്ടം. അതുപോലെ ഇവിടെ 75 വെട്ടുമ്പോൾ എങ്ങനെ വരുന്നത്? ഒരു വട്ടം 114 142. 142 75 ഒന്നാണ്. ബാക്കി എത്രയാണ്? 25 42 ഇത്ര 67 675. 675 എന്ന് പറഞ്ഞാൽ 75 ഗുണം എത്രയാണ്? 75 ഗുണം 5ആണോ? 5അല്ല, 9. അതെ, 9 ആകുമ്പോൾ എത്ര വരും? അതെ 9. 630 45. 630 അത് 19 വട്ടം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 25 വെച്ച് വേണമെങ്കിലും വെട്ടാം. 25 വെച്ച് വേണ്ടുമ്പോൾ ഒരു 60 57 അങ്ങനെ വരും. ഓക്കെ, എങ്ങനെയായാലും മതി. അപ്പൊ ഇതിൽ നിന്ന് കിട്ടി ഇത് ഡിസ്റ്റൻസിന്റെ റേഷ്യോ 10/9. ഇവിടെ ബക്കുലും ചാൾസും തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഷ്യോ എത്ര വരും? 10/19. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ഓവറോൾ ഡിസ്റ്റൻസ് റേഷ്യോ. എങ്കിലേ നമുക്ക് മറ്റ് വാട്ട് ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻസ് മാറി വരും. ഇവിടെ ഡിസ്റ്റൻസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എടുക്കുന്നത് എങ്ങനെ? ഇവിടെ ബക്കുലിന് 9 യൂണിറ്റും ഇവിടെ ബക്കുലിന് 20 യൂണിറ്റും ആണ്. അപ്പൊ നിങ്ങൾ റേഷ്യോ ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ചെയ്യേണ്ടത്? രണ്ടിനെയും 9നെ 20നെ എന്താക്കണം? സെയിം ആക്കണം. എങ്കിലേ നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആക്കും. അപ്പോൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബക്കുല് ഓടുന്നത് രണ്ടും സെയിം ഡിസ്റ്റൻസ് ആണ്. ഒരു റേസിൽ ബക്കുല് ഒറ്റ ആളല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മേളിനെ എത്ര കൊണ്ട് ഓടിക്കണം? 20 കൊണ്ട് ഓടിക്കണം. മൊത്തം റേഷ്യോയും താഴത്തെ റേഷ്യോനെ 9 കൊണ്ട് ഓടിക്കണം. അപ്പൊ ബി സെയിം ആവും. അപ്പൊ നമുക്ക് ഇനി എന്താ വേണ്ടത്? ബൈ വാട്ട് ഡിസ്റ്റൻസ് ഡസ് അനിൽ ബീറ്റ്സ് ചാൾസ്. നമുക്ക് അനിലിന്റെയും ചാൾസിന്റെ കാര്യം മതി, ബക്കുലിന്റെ ഒക്കെ ആവശ്യമില്ല. ബക്കുലിന്റെ നമ്മൾ എഴുതേണ്ട കാര്യമില്ല. അപ്പൊ അനിലിന്റെയും ചാൾസിനെ മാത്രം കിട്ടും. അനിൽ എത്ര യൂണിറ്റ് ഓടും? 10 ഗുണം 20 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 20 എത്രയാണ്? 200 യൂണിറ്റ് ഓടുമ്പോൾ ചാൾസ് എത്ര ഓടുന്നത്? ബക്കുലിന്റെ കാര്യം ആവശ്യമില്ല. ചാൾസ് എത്ര ഓടുന്നത്? 9 ഇവിടെ ഉണ്ട്. 9 ഗുണം 19 എത്ര? 171 മീറ്റർ അല്ലെങ്കിൽ യൂണിറ്റ് ഓടും. അപ്പം ഇവിടെ നമുക്ക് അനിൽ 200 ഓടുമ്പോൾ ചാൾസ് 171 ഓടുന്നത്. എത്ര യൂണിറ്റിനാണ് അനിൽ ജയിക്കുന്നത്? അല്ലെങ്കിൽ ബക്കുലിനെ തോപ്പിക്കുന്ന അനിൽ ബീറ്റ്സ് ചാൾസിനെ എത്ര? ബക്കുലല്ല, അനിൽ ബീറ്റ്സ് ചാൾസ് എത്ര യൂണിറ്റിനാണ്? 19 യൂണിറ്റിനാണ്. അപ്പൊ നമുക്ക് 19 യൂണിറ്റാണ് വേണ്ടുന്നത്. അല്ല, ഇവിടെ എത്ര? അനിൽ ജയിക്കുവാണ്, അനിൽ ബീറ്റ്സ് നിന്നാണ്. അപ്പൊ അനിൽ 1500 ഓടുമ്പോൾ ഇവൻ ചാൾസ് എത്ര മീറ്ററിൽ ജയിക്കും? എത്ര ഓടുന്നു ഓടണം? അപ്പൊ 200ന്റെ ഒറിജിനൽ വാല്യൂവിലേക്ക് തന്നേക്കുന്ന 1500 എന്ന് പറഞ്ഞാൽ 200 അല്ല ഓടേണ്ടത്. 200 ആടിന് ഓടുന്നെങ്കിൽ 19 മീറ്ററിന്, 200 മീറ്ററാണ് അനിൽ ഓടുന്നതെങ്കിൽ 19 മീറ്ററിന് മറ്റവനെ തോപ്പിച്ചാൽ. പക്ഷെ 200 ആണ് ഓടുന്നത്. അല്ല, എത്ര? 1500 മീറ്റർ. 1500 എന്ന് പറഞ്ഞാൽ 200ന് 1500 ആകാൻ വേണ്ടി എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? ഇൻറ്റു 7.5. അതായത് 7 ചെയ്യുമ്പോൾ 1400 പിന്നെ അതിന്റെ പകുതി, അങ്ങനെയാണ് 7.5. നമ്മുടെ 19ന്റെ വാല്യൂ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 19 ഗുണം 7.5. കാര്യം ഒറിജിനൽ വാല്യൂ യൂണിറ്റിനെ 7.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര വരും നമ്മുടെ ആൻസർ? നമുക്ക് ആൻസറിന്റെ യൂണിറ്റ് 5 വരുന്നത്. അങ്ങനെ 5 വരുന്നതാണ്. എല്ലാ ഓപ്ഷനും 5 ആണ്. പിന്നെന്താ? 25ന് മൾട്ടിപ്പിൾ ആണ്. 25ന് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ? ലാസ്റ്റിലത്തെ 2 ഡിജിറ്റ് 25ന് മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് അങ്ങനത്തെ ഉള്ളതല്ല. അപ്പൊ ഈ 3 ഓപ്ഷനാണ് ഉള്ളത്. ഇനി നോക്ക് 19 × 7.5 ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 7.5നെ 15/2 എഴുതാം. അതിനേക്കാൾ എളുപ്പവഴി 30/4 എഴുതാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 19 ഗുണം അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. 19 ഗുണം 30/4. ഇപ്പൊ എത്ര ഇട്ടത്? നമുക്ക് 19/4 എന്ന് പറയുമ്പോൾ ഇത് കാൽക്കുലേഷൻ കൊടുക്കും. ഓക്കെ, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡിജിറ്റ്സ് ഉപയോഗിക്കാം. ഞാൻ
സി എച്ച് എസിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഡിറ്റി സം എങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിറ്റി സം 1 9 നോക്കണ്ട, ഇതിന്റെ നമുക്ക് 7 5 12 3 അപ്പം 3 1 ഗുണം 3 നമ്മുടെ ഡിറ്റി സം എത്ര വരും? 3 വരും. ഡിറ്റി സം 3 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഇത് 9 പോയി 1 5 6. അപ്പം ഇതല്ല 3 ഡിറ്റി സം 19 ഗുണം 7.5 1 7 5 12 12 3 1 ഗുണം 3 വരുന്നത്. ഓക്കെ, ഇതിന്റെ എത്ര വരുന്നത്? 6 വരുന്നത്. ഇതിൻ്റെത് 3 6 7 14 5 19 1 വരുന്നത്. ഇതിന്റെ എത്ര വരുന്നത്? 5 5 10 1 വരുന്നത്. ഇതിൻ്റെത് 6 6 8. നമുക്ക് എവിടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. 200 അവനെ ഓടുമ്പോൾ എത്ര ഓടുന്നത്? 171 19 ഗുണം 9 90 71 90 81 171 19 അല്ലല്ലോ നമുക്ക് വേണ്ടത്. 9 29 അതാണ് തെറ്റ്. ഓക്കെ, 29 29 ഗുണം 7.5 29 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 2 ഡിസം. ഓക്കെ, ഉപകാരമായി. 2 ഗുണം ഇവിടുത്തെ 3 2 ഗുണം 3 6 ഡിസം വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ 1 അല്ല, കാര്യം 25 അടിപൊളിയല്ല. ഇതിന്റെ 6 വന്നേ 9 കളഞ്ഞു 1 5 6. അപ്പൊ ഇത് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇത് നോക്ക് 3 6 7 7 14 5 19 1 ഇത് നോക്ക് 9 കളഞ്ഞു 5 3 8 2 10 1 അപ്പോൾ ഓപ്ഷൻ 2 ആണെന്നുള്ള ആൻസർ 117.5. ഞാൻ അല്ലാതെ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുന്നുള്ളവർ എന്താ ചെയ്യുന്നത്? 29 ഗുണം 7.5 ആണ് ചെയ്യേണ്ടത്. അപ്പം 29 ഞാൻ 30 - 1 ആക്കി ഇൻറ്റു 7.5. അപ്പോൾ ഇതെത്ര വരും? 75 ഗുണം 3 225 മൈനസ് സംതിങ് 225 - 7.5 217.5. എങ്ങനെ വേണമെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ വേറെ രീതിയിൽ ചെയ്യുന്നവർക്ക് വേറെ രീതിയിലും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡിറ്റി സമ്മിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ ഇവിടെ വരുന്നത്. ഡിറ്റി സം നോക്കണം നിങ്ങൾ. ക്വസ്റ്റ്യനകത്ത് ആൻസർ അപ്രോക്സിമേറ്റ് ആണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഡിറ്റി സം അപ്ലൈ ചെയ്യാം. അത് അറിഞ്ഞില്ലാത്തവർ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് CHSL 2023 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തുള്ള ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ട് ഡിറ്റി സം എങ്ങനെയാണ് പഠിക്കുന്നത് നോക്കാം. ഓക്കെ, അടുത്ത ദിവസം നോക്കേ. ₹2,500 when invested for 8 years at a given rate of simple interest per year amounted to 3725 on maturity. What was the rate of simple interest that was paid per annum? ഓക്കെ, പെർ ആനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്? പെർ ആനത്തിനാണ്. ഓരോ വർഷത്തിലാണ് എന്ത് കണക്കാക്കുന്നത്? ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പം ഞാനിത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്ലാസ് CHSL വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? ഇവിടെ പ്രിൻസിപ്പൽ എത്രയാണ്? 2500 ആണ്. അത് 8 വർഷത്തേക്കാണ് ഇട്ടത്. എന്തായത്? 3725 ആയി. അപ്പോൾ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയത്? 2500 നിന്ന് 3725 എത്രയാണ്? 1000 കൂടെ ആകുമ്പോൾ 3500, പിന്നെ 200 ആകുമ്പോൾ 3700, 1225 രൂപ. 1225 രൂപയാണ് എന്ത്? 8 വർഷം കൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്? വാട്ട് വാസ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് വാസ് പെയ്ഡ് പെർ ആനം. അപ്പോൾ ഒരു വർഷത്തിൽ എത്ര ഇൻട്രസ്റ്റ് ആണ് ആവശ്യമിരിക്കുന്നത്? അത് എങ്ങനെ നമ്മൾ റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മുടെ പ്രിൻസിപ്പൽ ഇൻറ്റു 100 ആണ്. അതാണ് നമ്മുടെ എന്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മുടെ പ്രിൻസിപ്പൽ, എന്നാൽ 100 എത്ര, എന്നിട്ട് എന്ത് ചെയ്യുക? പെർസെൻറ്റേജ് സിംഗിൾ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1225 ആണ് നമുക്ക് 8 വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 1225/8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി എന്താ വേണ്ടത്? ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പ്രിൻസിപ്പൾ വേണം. അപ്പോൾ 1225/8 ഇനി പ്രിൻസിപ്പൾ എത്ര രൂപയാണ്? 2500 രൂപ. അപ്പോൾ ബൈ 2500 ഇനി എന്താണ്? ഇൻറ്റു 100 ചെയ്യുക, പെർസെൻറ്റേജ്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? നോക്ക് 100 ഇത് ക്യാൻസൽ ആയി പോയി. 8 × 25 എത്രയാണ്? നമ്മുടെ 200 ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ 8 ഗുണം 25 200 ആണ്. അപ്പോൾ 1225 ബൈ 2 1225/2 എത്രയാണ്? 600 വരെ 1200 ആയി. പിന്നെ 12 612.5 പിന്നെ 2 അടിയിൽ 2 0 ഉണ്ട്. അപ്പോൾ 6.125 അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഡി. ഇത് വേറെ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഒരുപാട് സമയം എടുക്കാതെ ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. 2 circles touch each other at an external at P. AB is a direct common tangent to the 2 circles. Okay, A and B are points of contact and PAB 40. The measure of angle ABP. ഇപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ ചെയ്യാൻ പറ്റില്ല, ഫിഗർ വരയ്ക്കുക. ഇപ്പോൾ 2 സർക്കിൾ ടച്ച് ചെയ്യുന്ന 2 സർക്കിൾ എടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 സർക്കിൾ ഇവിടെ എന്ത് ചെയ്യണം? ടച്ച് ചെയ്യാണ്. എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? P എന്ന് പറയുന്ന പോയിന്റാണ് ടച്ച് ചെയ്യുന്നത്. AB എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് കോമൺ ടാൻജന്റ് ആണ്. AB എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ടാൻജന്റ് ആണ്. AB ആണ് പോയിന്റ് ഓഫ് കോൺടാക്ട് ആണ്. ഓക്കെ, ആംഗിൾ PAB. ഓക്കെ, ആംഗിൾ P എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. ഓക്കെ, അടുത്തുള്ള പോയിന്റ് അല്ല. ഓക്കെ, P എന്ന് പറഞ്ഞാൽ അത് കൂട്ടിമുട്ടുന്ന പോയിന്റ്. ആംഗിൾ PAB എത്ര തന്നിരിക്കുന്നത്? PAB നമുക്ക് 40 ഡിഗ്രി ആണ് തന്നിരിക്കുന്നത്. ആംഗിൾ PAB 40 ആണ്. ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്. മെഷർ ഓഫ് ABP. ഓക്കെ, ഈ ആംഗിളാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 സർക്കിളുകൾ എക്സ്റ്റേണൽ പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് ഒരു ഡയറക്റ്റ് കോമൺ ടാൻജന്റ് കൊണ്ട് അതിനെ ജോയിൻ ചെയ്താൽ ആ പോയിന്റ് ഓഫ് കോൺടാക്റ്റിൽ നിന്ന് നമ്മുടെ സർക്കിളിലെ ടച്ചിങ് പോയിന്റിലോട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്? നമുക്ക് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഈ കാര്യങ്ങൾ എളുപ്പമല്ലോ. അപ്പോൾ ഇതിനകത്ത്
ടോട്ടൽ എ ബി പി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 190 ഉണ്ട്, ബാക്കി രണ്ടു കൂട്ടുന്ന എത്ര ആയിരിക്കും? ടോട്ടൽ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ 180 ഉണ്ട്. ഇത് 90 ഉണ്ട്, അപ്പോൾ ബാക്കി എത്ര ആണ്? ഇത് 40 ഉണ്ട്. അപ്പോൾ ഇത് എത്ര കണ്ടേ പറ്റൂ? ബാക്കി 50 കൂടെ കണ്ടേ പറ്റൂ, 50 ഡിഗ്രി. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താവും? 180. നമ്മുടെ ഓപ്ഷൻ 3 ആണ് ആൻസർ. അപ്പോൾ ഈ പ്രോപ്പർട്ടി അറിഞ്ഞിടാത്തവരെ എന്ത് ചെയ്യും? ഇത് സമയം എടുക്കും, ഇത് വരച്ചൊക്കെ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അപ്പോൾ ഇത് പ്രോപ്പർട്ടി ആയിട്ട് എന്ത് ചെയ്യുക? ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. ഇഫ് അപ്പോൾ ഇതാണ് മേളത്തെ ഇതാണ്. ഇഫ് 4 × 17 ക്യൂബ് - 7 ക്യൂബ് ഇതിന്റെ വാല്യൂ 40 ആണെങ്കിൽ വാട്ട് ഈസ് വാല്യൂ ഓഫ് പി? പിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾജിബ്രയുടെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ രണ്ട് ഫോമുലുണ്ട്, രണ്ട് ഫോമുല ഞാൻ എഴുതാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അതുപോലെ നമുക്ക് രണ്ടാമത്തെ ഒരു ഫോമുലുണ്ട് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുലാസ് എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഇത് ഞാൻ ജിഡിയുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓൾജിബ്രയുടെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നോക്ക്, 4 × 17 ക്യൂബ് - 7 ക്യൂബ്. ഇപ്പോൾ 4 × നമുക്ക് അവിടെ ഉണ്ട് 17 ക്യൂബ് - 7 ക്യൂബിനെ 17 എന്ന് പറഞ്ഞാൽ എയും നമ്മുടെ 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. അപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? അതല്ലേ എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഈ ഫോമിലല്ലേ ഉപയോഗിക്കുന്നത്? എക്ക് പകരം 17 ബിക്ക് പകരം 7. അപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 17 - 7 എത്രയാണ്? 10. 10 ഗുണം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി. ഈ ക്വസ്റ്റൻ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 17 × 7. നമുക്ക് അടി കിടക്കുന്നത് ഈ കിടക്കുന്ന സാധനം ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം 40 ഗുണം ഓക്കെ 40 ഗുണം എത്ര വരും? 17 സ്ക്വയർ അടി കിടക്കുന്നത് ഇങ്ങോട്ട് എഴുതുവാണ്, ഇങ്ങോട്ട് എഴുതുവാണ്. 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി എന്ന് വരും. അപ്പോൾ ഇത് എന്ത് വരും? നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇത് എത്ര? 4 ഗുണം 10 40. ഇവിടുത്തെ 4 ഗുണം 10 40 ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താ ഉള്ളത്? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 17 ഗുണം 7 എന്ന് പറയുന്നത് എന്താണ്? 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് പി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെയും സെയിം ആണ്, ഇവിടെയും സെയിം ആണ്. പിയുടെ വാല്യൂ എത്ര കിട്ടും? 17 ഗുണം 7 എത്രയാണ്? 117. 17 119. 17 119. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ ഇത് അറിയാവുന്നവർക്ക് ഇത്രയൊക്കെ എഴുതേണ്ട കാര്യമുണ്ടോ? ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. എന്താ ചെയ്യേണ്ടത്? ഒന്നും എഴുതേണ്ട കാര്യമില്ല. ജസ്റ്റ് നോക്കുക. 4 ഗുണം 17 ക്യൂബ് - 7 ക്യൂബ് പക്ഷേ 4 ഗുണം 10 ഇവിടെ 40 ഉണ്ട്. പിന്നെ 17 സ്ക്വയറും 7 സ്ക്വയറും പ്ലസ് 17 × 7 വരുന്നത് നമുക്കറിയാം. ഈ 40 ക്യാൻസലായി. അടിയിൽ സെയിം തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അതേക്കുള്ള അത് അപ്പം പിയുടെ വാല്യൂ എന്ത് വരും? 17 ഗുണം 7 എത്രയാണ്? 119 വരും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫോമുലാസ് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതിൽ നിന്ന് രണ്ടിൽ ഒരു ഷിഫ്റ്റ് തന്നെ ഇതിൽ നിന്ന് രണ്ട് ഫോമുല വെച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ആവറേജിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആവറേജ് ആണ്. ഇത് അറിയാത്തവർ മസ്റ്റായിട്ട് എഴുതി വെച്ച് പഠിക്കുക. ഇത് തന്നെ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നില്ല, ഇത് സമയം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് നോക്കാം. ദ ബാറ്റിംഗ് ആവറേജ് ഓഫ് 27 innings ഓഫ് എ ക്രിക്കറ്റ് പ്ലെയർ ഈസ് 47 റൺസ്. 27 കളികളിലെ അയാളുടെ ആവറേജ് റൺ എത്രയാണ്? 47 റണ്ണാണ്. ഹിസ് ഹയസ്റ്റ് സ്കോർ ഇൻ ആൻ ഇന്നിംഗ്സ് എക്സീഡ്സ് ഹിസ് ലോവസ്റ്റ് സ്കോർ ബൈ 157 റൺസ്. ഇഫ് ദീസ് 2 innings ആർ എക്സ്ക്ലൂഡഡ് the average score of the remaining 25 innings is 42 runs. Find his highest score in an innings. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? 27 കളിയിലെ ഒരാളുടെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 47 റൺസ് ആണ്. അയാളുടെ ഹയസ്റ്റ് സ്കോർ ഇൻ ആൻ ഇന്നിംഗ്സ് എക്സീഡ്സ് ഹിസ് ലോവസ്റ്റ് സ്കോർ ബൈ 157. അതായത് ഹയസ്റ്റ് സ്കോർ എച്ചും ലോവസ്റ്റ് സ്കോർ എൽ ആണെന്ന് വെച്ചോ. അതിൻ്റെ അർത്ഥം എന്താ? എച്ച് മൈനസ് എൽ. ഹയസ്റ്റിന്റെ ലോവസ്റ്റിന്റെ ഡിഫറൻസ് ആണ് എത്ര തന്നിരിക്കുന്നത്? 157 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് എന്താ? ഈ ദീസ് 2 innings ആർ എക്സ്ക്ലൂഡഡ്. അപ്പോൾ ഈ എച്ചും ഇല്ല എല്ലും ഇല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഇന്നിംഗ്സ് ഉണ്ട്? 2 എണ്ണം പോയി കഴിഞ്ഞാൽ 25 ഇന്നിംഗ്സ് ആയിരുന്നെങ്കിൽ ദ ആവറേജ് സ്കോർ ഓഫ് ദ റിമൈനിങ് 25 innings ഈസ് 42 റൺസ്. അപ്പോൾ ആവറേജ് എത്ര ആയതിനെ? 42 ആയതിനെ. അപ്പോൾ ഇവിടുന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ നമുക്ക് എന്താണ്? എച്ച് മൈനസ് എൽ ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ഹൈ സ്കോർ എച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എച്ച് മൈനസ് എൽ ഉണ്ട്. നമുക്ക് എച്ച് പ്ലസ് എല്ലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എച്ചും എല്ലും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ എച്ച് പ്ലസ് എല്ല് കിട്ടാൻ വല്ല ഓപ്പൺ ഉണ്ടോ നോക്ക്. എന്താ ചെയ്യുന്നത്? 25 ഇന്നിംഗ്സിൽ ഹയസ്റ്റും ലോവസ്റ്റും ഇല്ലെങ്കിൽ 25 ഇന്നിംഗ്സിൽ 42 റണ്ണായിരുന്നു. ആ 26ാമത്തെ 27ാമത്തെ കളിയാണല്ലോ. 27ാമത്തെ കളിയാണെന്ന് വെച്ചോ. അപ്പോൾ വെച്ചോ അങ്ങനെയാണെങ്കിൽ അത് 42 റണ്ണാ തന്നെ എടുത്തിരുന്നെങ്കിലോ? 42 റണ്ണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ആവറേജിൽ ചേഞ്ച് വരത്തില്ല. കാര്യം 25 ഇന്നിംഗ്സിന്റെ ആവറേജ് 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 ഇന്നിംഗ്സ് നമുക്ക് 42 അങ്ങനെയും വെക്കാം. ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 25 × 42 വന്നാൽ മതി. ഇതൊക്കെ ഞാൻ ആവറേജിന്റെ ക്ലാസ്സിൽ ജിഡിയുടെ ആവറേജിന്റെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 25 × 42 വന്നാൽ മതി. അപ്പോൾ ഇവിടെ എന്താ? നമുക്ക് എച്ച് പ്ലസ് എൽ വേണം. എച്ച് പ്ലസ് എൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലോവസ്റ്റൂടെ കൂട്ടി എത്ര എണ്ണം ഉണ്ടാവും? 42 ആയിരുന്നുള്ളെങ്കിൽ നമുക്ക് ഹയസ്റ്റ് ലോവസ്റ്റൂടെ ഒരു പ്രശ്നമില്ല, ആവറേജ് ചേഞ്ച് ഒന്നും ആവത്തില്ല. 42 തന്നെ വന്നേനെ. അപ്പോൾ നമുക്ക് എത്ര? അവരുടെ 42 ആണെങ്കിൽ അവരുടെ സമയം എത്ര വരും? 84. 42 × 2 2 കൂടെ 42 വന്നേനെ. പക്ഷെ അത്രയാണ് ഒറിജിനൽ ഉള്ളത്? അല്ല. എത്ര അധികം ഉണ്ട്?
ആവറേജ് എത്ര അധികം കൂടിയത്? 42 എത്ര ആയി? 47 ആയി. അതായത് 5 ആവറേജ് കൂടി. നമുക്ക് ഇവിടെ എന്താ നമ്മൾ എഴുതിയിരിക്കുന്നത്? സം എഴുതിയിരിക്കുന്നത്. ആവറേജ് ഇത് എന്താണ്? സമ്മാണ്, രണ്ടുപേരെ സമ്മാണ്. 5 എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. ആവറേജ് മാത്രമായിട്ട് എഴുതാൻ പറ്റും? ഇല്ല. സമ്മാകുമ്പോൾ എല്ലാവർക്കും സം എഴുതണം. 5 ഗുണം എത്ര കളിയിലാണ്? എത്ര പേർക്ക് 5 ഉണ്ട്? 5 അധികം ഉണ്ട്. 27 പേർക്ക് 5 അധികം കൊണ്ടാണ് ആര് വന്നത്? അവന്മാർ വന്നത്. അവരുടെ 2 കളിയിൽ 27 ഗുണം 5 135 എന്തുണ്ട്? അധികം ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെ ആവറേജ് എന്ത് വന്നത്? 5 വെച്ച് കൂടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഞാൻ എൻ്റെ ഫുള്ള് കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആവറേജ് ക്ലാസ്സിന് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് H മൈനസ് എൽ കിട്ടി 157, H പ്ലസ് എൽ എന്ത് കിട്ടി? 84 135. എത്രയാണെന്ന് വരുന്നത്? 80 130 210, പിന്നെ 4 214 7 200 കാൽക്കുലേഷൻ നോക്കി 27 135 135ഉം 80. അപ്പൊ 130 80ഉം 210 210ഉം 4ഉം 5ഉം 219. 219 എന്ത്? ഇവരുടെ സം എന്ന് പറയുന്നത് H പ്ലസ് എൽ. H മൈനസ് എൽ എന്ന് പറഞ്ഞാൽ 157 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ സമ്മും രണ്ടെണ്ണത്തിന്റെ ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ വലുതെന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. അതായത് എച്ച് എൽ വലുത് എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി. എത്ര കൂട്ടുമ്പോൾ കിട്ടുന്ന എത്ര? ആദ്യമേ 157 150ഉം 210 210 എടുക്കുക. 150 210 360, പിന്നെ 7 367 9 376. 376ന്റെ പകുതി എത്രയാണ്? 376ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 188. 8 യൂണിറ്റ് വരുന്നത്. ഇവിടുന്ന് 8 2നെ 8 കൊണ്ട് കുടിച്ചാൽ 6 വരുത്തുള്ളൂ. 376 പേര് എത്രയാണ്? 188 ആയിരിക്കും ഹയസ്റ്റ് സ്കോർ. ഇപ്പൊ ലോവസ്റ്റ് സ്കോർ എന്ന് വരും. ലോവസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ രണ്ടും കുറച്ചിട്ട് പകുതി. അല്ല, ഇവിടെ കുറച്ചിട്ട് കാര്യമില്ല. ഇവിടെ 188 കൊടുത്താൽ 188 കൊടുക്കുമ്പോൾ എത്ര വരും? 31 ആൻസർ വരും. അല്ലെങ്കിൽ ഇത് രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി, ഇതിന്റെ ഡിഫറൻസിന്റെ പകുതി എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 31 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ മനസ്സിലായാലും ഇത് ഈ വഴി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതേപോലത്തെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഈ വഴി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. ഒരുപാട് എഴുതേണ്ട മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ മെത്തേഡ് പഠിച്ചു നോക്കുക. ഇതേ ടൈപ്പ് ജസ്റ്റ് ഡേറ്റ മാറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ വാല്യൂ ഓഫ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ കൊസീക് സ്ക്വയർ തീറ്റ. ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് തീറ്റ ഉണ്ട്, നമ്മുടെ ഓപ്ഷനകത്ത് എന്തില്ല? തീറ്റയില്ല. അതിന്റെ അർത്ഥം എന്താ? തീറ്റയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഇവിടെ തീറ്റയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? ടാനും കോട്ടും ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കും? തീറ്റയ്ക്ക് നമുക്ക് 45 ഡിഗ്രി കൊടുക്കാം. അപ്പൊ തീറ്റയ്ക്ക് 45 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക് ആൻസർ? എല്ലാത്തിന്റെ വാല്യൂസ് പഠിക്കണം. ടാൻ സ്ക്വയർ 45 1 ആണ്, കോട്ട് സ്ക്വയർ 45 1 ആണ്. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 + 1 എന്ത് വരും? 2 വരും. ഇത് 1 ആണ്, ഇത് 1 ആണ്. മൈനസ് സീക്സ് 45 എന്ന് പറഞ്ഞാൽ √2 ആണ്. സി സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ എന്ത് വരും? സീക് 45 √2 ആണ്. സി സ്ക്വയർ 45 എന്ന് വരും, അതിന്റെ സ്ക്വയർ 2 വരും. അതേപോലെ കൊസീക് സ്ക്വയർ എന്താണ്? കൊസീക് 45 √2 ആണ്, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതും 2 ആണ്. 2 × 2 എത്രയാണ്? 2 - 4 എത്ര വരും? -2. -2 എന്ന് ആൻസർ. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അധികം സമയം കൊടുക്കാതെ പെട്ടെന്ന് ചെയ്തു പോകും. മെത്തേഡാണ് നമ്മുടെ സമയം തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ, ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 169 ആൻഡ് 147. അപ്പൊ മീൻ പ്രൊപ്പോർഷൻ ഓഫ് രണ്ട് നമ്പേഴ്സ് എ ആൻഡ് ബി, മീൻ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണ്. റൂട്ട് ഓഫ് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ √169. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. 169 × 147. ഇപ്പൊ 169 പുറത്ത് വരുമ്പോൾ എന്താവും? 13 ആവും. 147 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 12. 13 12 106 വരുന്ന ഓപ്ഷൻ 2 ഉണ്ട്. 13 12 നമുക്കറിയാം 156 ആണ്. അതായത് ഇതിനെ എങ്ങനെ ഉണ്ടെങ്കിൽ 12 + 1 ആക്കാം. 12 × 12 147 + 12 156. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, the HCF of two numbers is 12. Which one of the following can never be their LCM? ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ, രണ്ട് നമ്പറിന്റെ HCF 12 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 12 ആണ്. ഇപ്പൊ രണ്ട് നമ്പറിനെ എങ്ങനെ എഴുതാന്ന് പറയാം. രണ്ട് നമ്പർ എയും ബിയും രണ്ട് നമ്പറാണെന്ന് വെച്ചോ. അപ്പൊ അത് രണ്ടിലും കോമൺ ആയിട്ടുള്ള HCF H ആണെന്ന് വെച്ചോ. ഇപ്പൊ രണ്ട് നമ്പറിനെ എങ്ങനെ എഴുതാം? H രണ്ടിടത്ത് കോമൺ ആയിട്ടുണ്ട്. HX HY എന്ന് എഴുതാം. അപ്പൊ ഇതിനകത്ത് എന്താ? H എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ HCF ആണ്. അത് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഈ എക്സും വൈയും എന്താണ്? എക്സും വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപ്രൈം നമ്പറാണ്. ഓക്കെ, ഇത് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് 12 36. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിനെങ്ങനെ എഴുതാം? 12 × 1, അതേപോലെ 12 × 3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്ത് 12 ഹയസ്റ്റ് ആയിട്ട് കോമൺ ഫാക്ടർ. ഇപ്പോൾ 12 എന്ന് പറഞ്ഞാൽ നമ്മുടെ HCF ആണ്. രണ്ടിടത്തുണ്ട് H. എക്സും വൈയും നോക്ക്, ഇതൊന്നും ഇത് 3. അതായത് എക്സിലും വൈയിലും കോമൺ ആയിട്ടൊന്നും കാണത്തില്ല. അതായത് 1 നും 3 നും എന്തില്ല? കോമൺ ആയിട്ടൊന്നുമില്ല. കോമൺ ആയിട്ടുള്ള എല്ലാം എൻ്റെ അടുത്ത് HCF പോയി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതിന് കോമൺ ആയിട്ടൊന്നുമില്ല, അതിനെയാണ് നമ്മൾ കോപ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് എഴുതുന്നത്. ഇനി LCM നമുക്ക് എങ്ങനെ എഴുതാം? HX ആണ് ഒരു നമ്പർ, HY ആണ് വേറൊരു നമ്പർ. ഇപ്പോൾ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LCM എന്ന് പറഞ്ഞാൽ എന്താ? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. രണ്ടിലും കോമൺ ആയിട്ടുള്ള എല്ലാം എന്തിലും വേണം? LCM വേണം. കോമൺ ആയിട്ട് H എന്തുണ്ട്? രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ട്. H എന്തായാലും ഒരെണ്ണം മതി. H × XY. എക്സും വൈ രണ്ടിലും കോമൺ ആയിട്ടില്ല. അപ്പോൾ എന്തായാലും എന്ത് കാണണം? LCM കാണണം. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കാണണം. അപ്പം രണ്ട് നമ്പറിനെ നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുന്നത്? HX HY. H എന്ന് പറഞ്ഞാൽ HCF ആണ്, എക്സും വൈ എന്താണ്? കോപ്രൈം ആണ്. LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ H × XY ആയിരിക്കും. അതായത് LCM എന്ന് പറയുന്നത് നമ്മുടെ
HCFന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇതാണ് ബേസിക് കാര്യങ്ങൾ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ ചെയ്യുന്ന എത്ര സെക്കൻഡ്? 5 സെക്കൻഡ് ക്വസ്റ്റൻ ആണ്. HCF 12 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ നെവർ ബി ദ LCM എന്ന് പറഞ്ഞാൽ നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും? 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നിങ്ങളുടെ ഓപ്ഷൻ നോക്ക്, 84 ആണ്, 72 ആണ്, 60 ആണ്, 90 12 മൾട്ടിപ്പിൾ ആണോ? അല്ല. അപ്പം LCM എപ്പോഴും എന്തായിരിക്കും? HCFന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4, 90 ആണ് നമ്മുടെ ക്യാൻ നെവർ ബി LCM. അടുത്ത ക്വസ്റ്റൻ നോക്കേ. ഈ അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത അതേ ടൈപ്പ്. ഓക്കെ, ഇവിടെ നേരത്തെ A ക്യൂബ് മൈനസ് B ക്യൂബ് ആയിരുന്നു. ഇവിടെ എന്താണ്? A ക്യൂബ് പ്ലസ് B ക്യൂബ്. അപ്പൊ ഇത് നിങ്ങളൊന്ന് ചെയ്തേ. ദെൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് K? അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? 17 ക്യൂബ് പ്ലസ് 7 ക്യൂബ് A ക്യൂബ് പ്ലസ് B ക്യൂബ് എടുത്തിട്ട് 17 പ്ലസ് 7 ഇൻറ്റു 17 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ മൈനസ് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ചെയ്തിട്ട് ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. എന്ത് ചെയ്യുക? ഇത് കമന്റിൽ, നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ ആൻസർ ആയിട്ട് ഇടുക. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും അത്യാവശ്യം ഇതൊന്ന് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ വേണ്ടിയല്ല, നിങ്ങളിത് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ കമന്റ് ആയിട്ട് ഇടാൻ പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഇതിന്റെ ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഇത് കമന്റ് ആയിട്ട് നമ്മുടെ ആൻസർ, ഹോംവർക്ക് ആൻസർ എന്ന് പറഞ്ഞിടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് ചെയ്യാൻ വേണ്ടി ഒരു എൻകറേജ്മെന്റ് ആണ്. ഓക്കെ, മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏകദേശം ഒരു 10ഓളം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ, SSCയുടെ ക്ലാസ്സുകൾ ഒരു ലൈവ് എൻവയോൺമെന്റിൽ കാണണം, അല്ലെങ്കിൽ ലൈവായിട്ട് ഡൗട്ട് ചോദിച്ച് അങ്ങനെ പഠിക്കണം എന്നുള്ളവർ നമ്മുടെ അൺഅക്കാഡമിയായിട്ട് ചേർന്നിട്ട് നമ്മുടെ ദിശ അക്കാഡമി ഇപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ഫസ്റ്റ് SSC MTSന്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ താല്പര്യമുള്ളവർ അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഡൗട്ടുകൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ടെലിഗ്രാം ചാനലിൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ നമ്മുടെ അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്തായിരിക്കും ഇടുന്നത്. അതിൻ്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.